ശബരിമലയെ തകർക്കാൻ ആസൂത്രിത നീക്കമാണ് ഇടത് സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് പച്ചയായ മോഷണമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയമല്യയുടെ ആളുകളും പ്രതിനിധികളും ഒക്കെ വളരെ കൃത്യമായി അതിന്റെ തെളിവുകളും മറ്റുമൊക്കെ നൽകിയതാണ്. അതുപോലെ തന്നെ ചെന്നൈയിലെ ഫാക്ടറിയിൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയത് ചെമ്പാണ് എന്ന് അവരും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് മോഷണമാണ് കൃത്യമായി നടന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തെ ഗൗരവപരമായിട്ടുള്ള വിഷയം ഈ മോഷണം നടന്നിരിക്കുന്നത് ആരുടെ അറിവോടുകൂടി ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും മുകളിൽ പഴിചാരി രക്ഷപ്പെടാനാണ് ഇവിടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഇത്രയും വലിയൊരു മോഷണം നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും എന്തിന് ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ ഒത്താശയോടുകൂടി തന്നെയാണ്. ശബരിമലയിൽ പച്ചയായ മോഷണമാണ് നടന്നത്. മോഷണം നടന്നത് ആരുടെ അറിവോടെയാണെന്നത് ഗൗരവതരം. ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും അറിവോടെയാണ് എല്ലാം നടന്നത്. ബോർഡ് കാലാവധി നീട്ടാൻ തുനിയുന്നത് സംശയം ജനിപ്പിക്കുന്നതാണ്. കാലങ്ങളായി ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നത് മോഷണ വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാനാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ശബരിമലയിൽ നടന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ? മറ്റെല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ഇതേക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. ശബരിമല മാത്രമല്ല, ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പരിശോധനയുണ്ടാക്കണം. അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം. ദേവസ്വം ബോർഡ് കാലാവധി നീട്ടിക്കൊടുക്കാൻ സർക്കാർ തുനിഞ്ഞാൽ ബി.ജെ.പി. പ്രതിഷേധവുമായി ഇറങ്ങുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പി. സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പി. രതീഷ്, മേഖലാ ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ, മീഡിയ കൺവീനർ മഠത്തിൽ രവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.